കട്ടൻ ചായയും പരിപ്പുവടയും ആത്മകഥയെ സംശയത്തോടെയാണ് പാർട്ടി കാണുന്നതെങ്കിലും തൽക്കാലം കൂടുതൽ വിവാദങ്ങൾ സൃഷ്ടിക്കേണ്ട എന്നാണ് നേതൃതീരുമാനം. കഴിഞ്ഞ കുറേ കാലമായി പാർട്ടി നേതൃയോഗങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്ന ഇ.പി. ജയരാജൻ ഇന്ന് സെക്രട്ടേറിയറ്റിലെത്തി തന്റെ നിലപാടുകൾ വിശദീകരിച്ചു. പുറത്തുവന്ന ആത്മകഥയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുമായി ബന്ധമില്ലെന്നും തനിക്കെതിരെ നടന്ന ഗൂഢാലോചനയുടെ ഭാഗമാണ് പുറത്തുവന്ന ആത്മകഥയെന്നും ഇ.പി. നേതൃത്വത്തെ അറിയിച്ചു. ഇ.പി. പറഞ്ഞത് വിശ്വാസത്തിലെടുക്കുന്നു എന്നും വിഷയത്തിൽ പാർട്ടിയുടെ അന്വേഷണം ഉണ്ടാകില്ല എന്നും യോഗശേഷം സംസ്ഥാന സെക്രട്ടറി വിശദീകരിച്ചു. പൂർത്തിയാവാത്ത ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുന്നു എന്നുള്ള വാർത്ത അതിൻ്റെ ഭാഗമായിട്ട് ഉള്ളടക്കത്തിൻ്റെ പേരിൽ അവസാനം സരിൻ്റെ പേര് കൂടി വലിച്ചഴച്ചുകൊണ്ടുള്ള അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ചർച്ചയ്ക്ക് വിധേയപ്പെടുത്തുക എന്നുള്ളത് പാർട്ടി വിരുദ്ധമാണ്. അതാണ് ഞാൻ എല്ലാറ്റിലും കാണുന്നത്. ഇതുപോലെ തന്നെയാണ് അന്വേഷണം ഗവൺമെൻറ് തലത്തിൽ അന്വേഷണം നടത്താൻ നിയമപരമായിട്ടും ആവശ്യമായ നിലപാട് സ്വീകരിക്കണം. അത് സ്വീകരിക്കുമെന്ന് ജയരാജൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. പാർട്ടിയിൽ ഇപ്പോൾ സമ്മേളനകാലമാണ്. അതിനാൽ തന്നെ ഇ.പി.ക്കെതിരെ മറിച്ചൊരു നിലപാടെടുക്കുന്നത് ഗുണകരമാകില്ല എന്ന നല്ല ബോധ്യം പാർട്ടിക്കുണ്ട്. ഒപ്പം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പും ഇപ്പോഴത്തെ നിലപാടിനെ സ്വാധീനിച്ചു. ആത്മകഥ പുറത്തുവന്നത് സംബന്ധിച്ച് അന്വേഷണം വേണമെന്നുള്ള ഇ.പി.യുടെ പരാതിയിൽ പ്രാഥമിക അന്വേഷണം ആരംഭിച്ചെന്ന് കോട്ടയം എസ്.പി. വ്യക്തമാക്കി. നമ്മൾ പരിശോധിച്ചതിന് ശേഷം ആവശ്യമായ മൊഴികൾ എന്തൊക്കെയാണോ അതെല്ലാം തന്നെ നമ്മൾ രേഖപ്പെടുത്തണം. ഇ.പി.ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തീരുമാനങ്ങളൊന്നും സംസ്ഥാന നേതൃത്വം സ്വീകരിക്കാത്തതിനാൽ തന്നെ ആത്മകഥാ വിവാദം തൽക്കാലം കെട്ടടങ്ങുമെന്നാണ് പാർട്ടിയുടെ പ്രതീക്ഷ. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.